BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സമിതി ഇന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ തെളിവെടുപ്പ് നടത്തും. വിദ്യാർത്ഥികളുടെ നിന്ന് സമിതി മൊഴിയെടുക്കും. അതേസമയം കേസിൽ പ്രതികളായ അധ്യാപകർ ഒളിവിൽ തുടരുകയാണ്. വൈഷ്ണ പ്രഭാകരനുണ്ട് വിവരങ്ങളുമായി. വൈഷ്ണ, എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആരോഗ്യ സർവകലാശാലയുടെ ഒരു നടപടിയിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുകയാണ്. ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സമിതിയാണ് ഇന്ന് ഡെന്റൽ കോളേജിൽ തെളിവെടുപ്പ് നടത്തുക. എന്തെല്ലാം നീക്കങ്ങളിലേക്കായിരിക്കും കടക്കുക? കൂടുതൽ വിദ്യാർത്ഥികളുടെ പരാതികളും മൊഴികളും എടുക്കാൻ സാധ്യതയാണോ നിലവിലുള്ളത്? കാർത്തു, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണം നടന്ന ഇന്ന് 6ാം ദിവസമായിരിക്കുകയാണ്. ഇതുവരെ പ്രതികളെന്ന് പറയപ്പെടുന്ന ഡോക്ടർ റാമിനെയും സംഗീതയെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ ആരോഗ്യ സർവകലാശാല സമിതി ഇന്ന് മൊഴിയെടുക്കാൻ എത്തുകയാണ്. പ്രിൻസിപ്പലിൻ്റെയും വിദ്യാർത്ഥികളുടെയും മൊഴിയെടുപ്പ് നടത്തും. കോളേജിൽ തെളിവെടുപ്പ് നടത്തും. അതുപോലെ ഇന്ന് SC/ST കമ്മീഷൻ്റെയും യുവജന കമ്മീഷൻ്റെയും SC/ST വകുപ്പിൻ്റെയും തെളിവെടുപ്പും ഇന്ന് നടക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം കോളേജിലേക്ക് മാർച്ച് തുടരുകയാണ്. വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. ഈ പ്രതിഷേധം ഇപ്പോൾ ഈ മരണം കഴിഞ്ഞ് 6 ദിവസമായിട്ട് ഇന്ന് ഇപ്പോൾ ആദ്യ വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. ആ സമയം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കോളേജിലെത്തി ഡോക്ടർ റാമിനെ പുറത്താക്കണമെന്ന ആവശ്യം കൂടുതൽ വീണ്ടും ഉന്നയിക്കാനാണ് സാധ്യത. അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ കോളേജിലെ അലുമിനി, കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും രംഗത്തുണ്ട്. അധ്യാപകനായ റാമിനെ പുറത്താക്കണമെന്നാണ്. ഇപ്പോൾ റാമിനെയും സംഗീതയെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരെ കോളേജിൽ നിന്ന് കൂടുതൽ പരാതികൾ വരുന്നത് ഡോക്ടർ റാമിനെതിരെയാണ്. റാമിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് എല്ലാവരും ആവശ്യമുന്നയിക്കുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ഈ ഒരു ആവശ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പാണ് നടക്കുന്നത്. സർവകലാശാല ഭരണസമിതി അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. നിതിൻ രാജിന്റെ മാതാപിതാക്കളുടെ മൊഴി നേരത്തെ എടുത്തിരുന്നു. ഇപ്പോൾ പ്രിൻസിപ്പലിൻ്റെയും അതുപോലെ മറ്റ് വിദ്യാർത്ഥികളുടെയും മൊഴി ഇന്ന് എടുക്കും. കാർത്തു. വൈഷ്ണ, അതുപോലെ തന്നെ വൈഷ്ണ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ റാമിനെതിരെ വിദ്യാർത്ഥികളടക്കം കൂടുതൽ പരാതികൾ നൽകുന്നു. ജാതി അധിക്ഷേപം, അല്ലാതെ തന്നെ ബോഡി ഷെയ്മിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഡോക്ടർ റാം നിരന്തരമായി ചെയ്യുന്നതാണ്. തങ്ങളെ ട്രോമയിലേക്ക് അടക്കം ഈ ഒരു ഡോക്ടർ റാമിന്റെ പല പ്രസ്താവനകളും എത്തിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള പരാതികൾ പല വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വരുമ്പോൾ പോലും ഈ സ്കൂൾ മാനേജ്മെന്റ് മൗനം പാലിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ഡോക്ടർ റാമിനെ പുറത്താക്കുമെന്ന നടപടി കടക്കുമെന്ന് അറിയിച്ചിട്ട് പോലും ഇതിനു മുമ്പ് സസ്പെൻഷൻ അടക്കം നൽകിയിട്ടും റാം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നു. റാമിന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സസ്പെൻഷൻ ഒന്നും എനിക്കൊരു പുത്തിരിയല്ല എന്ന രീതിയിലാണ് പിന്നീടും കാര്യങ്ങൾ പോയത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടും എന്തുകൊണ്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നില്ല? അതുതന്നെയാണ് കാർത്തു. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഡോക്ടർ റാമിനെതിരെ ഒരു വലിയ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും ഡോക്ടർ റാമിനെതിരെ പരാതി ലഭിക്കുകയും റാമിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് മറ്റ് പല വിദ്യാർത്ഥികളും നടത്തിയ വെളിപ്പെടുത്തൽ പ്രകാരം ഡോക്ടർ റാം ഇതിൻ്റെ പേരിൽ, അതായത് സസ്പെൻഷൻ ലഭിച്ച് ഈ പരാതി ലഭിച്ച സസ്പെൻഷൻ ലഭിച്ചതിന് ശേഷം ഡോക്ടർ റാം പിന്നീട് റെക്കോർഡുകൾ സൈൻ ചെയ്യാതെ വരിക, അങ്ങനെ ഉള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവുക. എന്നിട്ടും വീണ്ടും ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ടും റാമിനെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഡിസ്മിസൽ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ റാമിൻ്റെ പിടിപാട് നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് മാനേജ്മെൻറ്റിനോട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അറിയിച്ചിട്ട് ദിവസങ്ങളായി, എന്നിട്ടും ഇതുവരെ റാമിനെതിരെ നടപടിയെടുക്കാൻ കോളേജ് മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാർത്തു.